ഞാൻ മനസ്സിലാക്കിയിടത്തോളം, ഞാനിത് വചനം പഠിച്ച അല്ലെങ്കിൽ ദൈവം എന്നെ പഠിപ്പിച്ചതനുസരിച്ച് ആസ് ഓഫ് നൗ മനസ്സിലാക്കിയിടത്തോളം, ഈ പറഞ്ഞ മനുഷ്യരൊക്കെ നമ്മൾ പാപം ചെയ്യുമ്പോൾ ഭയങ്കര ദുഷ്ടനാ, ഭയങ്കര പാപിയാണ്, അല്ലെങ്കിൽ അവൻ ഭയങ്കര കൊള്ളരുതാത്തവനാണ്, അവൻ്റെ സ്വഭാവം എന്താ, ഇതൊന്നും അല്ല കാരണം. വചനം അറിയില്ല, അല്ലെങ്കിൽ വചനം നമുക്ക് പരിജ്ഞാനം ഗ്രഹിക്കാത്ത, ദൈവത്തിന്റെ ആ ഒരു സിസ്റ്റം മനസ്സിലാവാത്തത് കൊണ്ടാണ് നമ്മൾ ഈ തെറ്റൊക്കെ ചെയ്യുന്നത്. നമുക്ക് ഈ കാര്യം മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് പലതും ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ആ ഒരു ലെവലിലായി പോകും. കാരണം ദൈവത്തിന്റെ സിസ്റ്റം അങ്ങനെയാ. ഇതൊക്കെ, അതായത് സാത്താൻ നമ്മളെ ഈ പറഞ്ഞ പല തെറ്റായ ധാരണകൾ ധരിപ്പിച്ച് തെറ്റായ മാർഗത്തിൽ കൊണ്ടുപോയി നമ്മുടെ ഈ പറഞ്ഞ മാതിരി സ്പിരിറ്റിനെ, അല്ലെങ്കിൽ നമ്മുടേതായ റൂഹേനെയൊക്കെ അവൻ കൺട്രോൾ ചെയ്ത് ഹൈജാക്ക് ചെയ്ത് പല തെറ്റായ തീരുമാനങ്ങൾ എടുപ്പിച്ചിട്ടാണ് അവൻ പാവം ചെയ്യിപ്പിക്കുന്നത്. ഹല്ലേലൂയ. അതേസമയം ദൈവത്തിനൊരു സിസ്റ്റം ഉണ്ട്. ഇപ്പം തന്നെ നമ്മൾ കേട്ടില്ലേ, ദൈവത്തിൽ നിന്ന് കേൾക്കണമെങ്കിൽ നമ്മൾ ഒരു ലിസണർ ആയിരിക്കണം, അല്ലെങ്കിൽ ദൈവം അടിയനോട് അരുളി ചെയ്യണമേ എന്നുള്ള ഒരു പ്രാർത്ഥന